അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാ മുത്തുമുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അല്ലേ? ജനിച്ചാൽ മരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അതുപോലെയാണ് ഈ പ്രപഞ്ചം ഒരു സമയത്ത് അവസാനിക്കുമെന്ന്, ഈ ലോകം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. ഖിയാമത്ത് നാൾ അത് വരിക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല, അല്ലേ? അള്ളാഹു ഖിയാമത്ത് നാളിലെ അദാബുകളെ തൊട്ട്, ലോകാവസാനത്തിൻ്റെ വലിയ അദാബുകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു വലിയ സന്തോഷവും സമാധാനവും തന്ന് വലിയ റാഹത്തും ഹിമ്മത്തും നല്ല റാഹത്തും സന്തോഷമൊക്കെ തരട്ടെ ഇൻഷാ അല്ലാഹ്. ലോകം അവസാനിക്കാൻ പോവുകയാണ്. തമ്പലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോകം അവസാനിക്കാനായോ? തീർച്ചയായിട്ടും ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത് ആഖിർ സമാൻ കാലഘട്ടത്തിലാണ്, അവസാന കാലഘട്ടത്തിലെ ചണ്ടിച്ചവറുകളാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ. പൂർവികരായ ആളുകൾ ജീവിച്ചതും അവരുടെ ഈമാനും നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കൊന്നും ഈമാൻ വളരെ കുറവാണെന്ന് വേണം പറയാൻ. നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടല്ലേ? പല അടയാളങ്ങളും കഴിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങളിൽ ഇന്ന് പലതും സംഭവിച്ചു കഴിഞ്ഞു. പ്രധാനമായും മിനിങ്ങളെ, ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനീ വിജ്ഞാനം കുറഞ്ഞു വരിക, നല്ല വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ മരണപ്പെടുക, ശേഷം ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്തു വരിക, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കൊലപാതകം. സുബ്ഹാനല്ലാഹ്. കൊലപാതകം ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെങ്കിൽ നിങ്ങൾ പറയൂ, ലോകം അവസാനിക്കാറായില്ലേ? ഞാനും നിങ്ങളും ഓരോ ദിവസവും എത്രയെത്ര വാർത്തകളാണ് കേൾക്കുന്നത്. ആദ്യകാലങ്ങളിൽ പടച്ചവനെ, ഒരു മരണം, ഒരാളെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കത് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നിയിരുന്ന ഈ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ? നമ്മുടെ അയൽപ്പക്കത്ത് നമ്മൾ കൊലപാതകങ്ങളെ കുറിച്ച് കേൾക്കുന്നില്ലേ? വെറുതെ റോഡിലൂടെ പോകുന്ന ആളുകളെ കൊല്ലുന്നു, പണത്തിന് വേണ്ടി കൊല്ലുന്നു. ഇങ്ങനെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകം ഇതിൽ പ്രധാന അടയാളമാണ്. ഈ കൊല്ലുന്ന ആൾക്ക് അറിയുന്നുണ്ടോ അയാൾ എന്തിനാ കൊല്ലണത്? അവനക്കും അറിയൂല. ഈ കൊല്ലപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹവും അറിയുന്നില്ല, പടച്ചോനെ ഞാൻ എന്തിനാണ് മരണപ്പെട്ടത് എന്നുള്ളത്. ലോകാവസാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണത്. അല്ലാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുക, അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും വളരെ യുക്തിപരമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് സമയം അത് വേഗത്തിൽ കടന്നു പോകുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മൾ തന്നെ പറയാറില്ലേ, പടച്ചോനെ എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയത്. അതല്ലെങ്കിൽ നമ്മൾ പറയാം, എത്ര പെട്ടെന്നാണ് റബ്ബേ മാസങ്ങൾ കടന്നു. വെള്ളിയാഴ്ച ജുമാക്ക് പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമാൻ്റെ സമയം നമ്മളിപ്പോൾ നിസ്കരിച്ച് ഇപ്പോഴത്തല്ലേ വെള്ളിയാഴ്ച കഴിഞ്ഞ്, എത്ര പെട്ടെന്ന് അടുത്ത വെള്ളിയാഴ്ച ആയോ? ഇങ്ങനെ ഞാനും നിങ്ങളും പറയാറില്ലേ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പറയാറില്ലേ, വർഷങ്ങൾ മാസങ്ങളെ പോലെ കടന്നു പോകും, മാസങ്ങൾ വെറും ആഴ്ചകളെ പോലെ കടന്നു പോകും, ആഴ്ചകൾ വെറും ദിവസങ്ങളെ പോലെ കടന്നു പോകുന്നു, ദിവസങ്ങൾ വെറും മണിക്കൂറുകളെ പോലെ പോകുന്നു, മണിക്കൂറുകൾ മിനിറ്റുകളെ പോലെയും മിനിറ്റുകൾ സെക്കൻഡുകളെ പോലെയും. ഇങ്ങനെ ചുരുങ്ങി വരുന്ന സമയമുണ്ടല്ലോ, അത് വല്ലാത്ത അടയാളമാണ്, ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഇനിങ്ങളെ സമയം പെട്ടെന്ന് കടന്നു പോവുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വമ്പൻ കെട്ടിടങ്ങൾ. ഇന്ന് നോക്കൂ നിങ്ങൾ,
എവിടെ നോക്കിയാലും വലിയ വലിയ കെട്ടിടങ്ങളാണ്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ. അതായത് ആട്ടിടയന്മാരും ദരിദ്രരുമായിരുന്നവർ വമ്പൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. അത്ര പാവപ്പെട്ട ആളുകൾ വരെ വലിയ വലിയ പടുകൂറ്റം കെട്ടിടങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുമെന്നാണ് ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് വലിയ വലിയ കെട്ടിടങ്ങളും പടുകൂറ്റം ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ വമ്പൻ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് ലോകാവസാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, അവിടെ നോക്കിയാൽ നമുക്ക് ദുബായ്, അറബ് രാഷ്ട്രങ്ങൾ പോകുന്നവർക്കറിയാം, എവിടെ നോക്കിയാലും പടുകൂറ്റം കെട്ടിടങ്ങളാണ്. ഇന്ന് നമ്മുടെ നാടും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഡൽഹി, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ, തമിഴ്നാട്, കേരളത്തിൽ തന്നെ നമ്മൾ എറണാകുളം, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, എവിടെ നോക്കിയാലും കെട്ടിടങ്ങളാണ്, എവിടെ നോക്കിയാലും കെട്ടിടങ്ങളാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ തിന്മകൾ വ്യാപകമായി വർദ്ധിച്ചു വരിക, അതിൽ തിന്മയുടെ ആ ഒരു ഗാംഭീര്യം കുറഞ്ഞു വരിക, അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. മദ്യപാനം, അത് ആദ്യം കേൾക്കുമ്പോൾ, ആദ്യമൊക്കെ കുടുംബത്തിലൊരാൾ മദ്യപിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ കള്ളു കുടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആകെ അജപാവും, ഓൻ കള്ളുടിക്കോ പടച്ചോനേ എന്നൊക്കെ നമ്മൾ പറയൂലേ. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ന് കള്ളു കുടിക്കലെന്ന് വളരെ സിമ്പിളായി മാറിയിട്ടുണ്ട്. എല്ലാവരും കൂടി കമ്പനി അടിച്ചിരുന്ന് കുടിക്കുക, അത് വലിയൊരു തെറ്റല്ല എന്നുള്ളിടത്ത് എത്തി കാര്യങ്ങൾ. പലിശ വാങ്ങുന്നത് വളരെ ചെറിയ കാര്യമായി, ഞാനോ നിങ്ങളോ ആരുമാകട്ടെ ഈ പലിശ വാങ്ങുന്നത് വളരെ ചെറിയ ഗൗരവത്തോടു കൂടി മാറിക്കഴിഞ്ഞു. അപ്പം ചെയ്യുന്ന തെറ്റ്, പലിശ, കള്ള്, പെണ്ണ്, ഇങ്ങനെ എല്ലാ ഹറാമായ കാര്യങ്ങളും, എല്ലാ തിന്മകളും ഒരുപാട് അധികരിച്ചു വന്നു അല്ലേ. ഈ അധികരിച്ചു വന്ന തിന്മയിൽ വളരെ ഗൗരവം കുറഞ്ഞുപോയി ആളുകൾക്ക്. അതൊന്നൊരു പ്രശ്നമല്ലല്ലോ എന്നുള്ള രീതിയിൽ ആളുകൾ വളരെ നെവർ മൈൻഡായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതൊക്കെ ഖിയാമത്ത് നാൾ ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വിശ്വസ്തത നഷ്ടപ്പെടുക. എന്താണ് വിശ്വസ്തത നഷ്ടപ്പെടുക? അനർഹരായ ആളുകൾ അധികാരമേൽക്കുകയും, അനർഹരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അർഹതയില്ലാത്ത, ആ സ്ഥാനം കൊടുക്കാൻ ഒരിക്കലും അർഹതയില്ല, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക? അധികാരത്തിൽ വരിക, അമാനത്ത് സ്വത്തുകൾ നഷ്ടപ്പെടുത്തുക, സൂക്ഷിക്കേണ്ട സ്വത്തുകളൊക്കെ നഷ്ടപ്പെടുത്തുക. ഇങ്ങനെയുള്ള അർഹരല്ലാത്ത ആളുകൾ അധികാരത്തിൽ വരുന്നതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ വളരെ ഗൗരവമേറിയ ഒരു അടയാളമാണ് അടുത്തത്. നമ്മുടെ നാട്ടിലും നഗരത്തിലും എവിടെയും നമ്മൾ കണ്ടുവരുന്നതാണ് സ്ത്രീകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ച് വരുന്നത് ലോകാവസാനത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, അങ്ങാടിയിലേക്ക് റമളാനിന് പോലും നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെയാണ് കാണുന്നത്. അവരവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നതാവാം, അവരെ മോശപ്പെടുത്തുന്നതല്ല. പക്ഷേ ചരിത്രം പറയുന്നത് അത്തരം ആളുകൾ അങ്ങാടിയിലും അതുപോലെ തന്നെ സ്ത്രീകളെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ആവശ്യത്തിനോ അനാവശ്യത്തിനോ പറയുന്നതിൽ സത്യമുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളുടെ എണ്ണം കൂടി വരിക, പുരുഷന്മാരുടെ എണ്ണം കുറയുക. ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. വസ്ത്രം ധരിച്ച് നഗ്നരായ സ്ത്രീകൾ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നഗ്നത മറയാത്ത തരത്തിലുള്ള വസ്ത്രധാരണ, അത്തരം രീതികളിലുള്ള സ്ത്രീകൾ വ്യാപിക്കുമെന്നാണ് ലോകാവസാനത്തിൻ്റെ അടയാളമാണത്. നോക്കൂ നിങ്ങൾ, നമ്മൾ കാണാറുണ്ട്, മാറിടം മറയ്ക്കാൻ വസ്ത്രം ധരിച്ച പെണ്ണിൻ്റെ മാറ് പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങളൊരു പെണ്ണ് നടന്നു പോകുമ്പോൾ അവൾ വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിലും അവളുടെ ബാക്ക് ഭാഗം മുഴുവൻ സ്കാൻ ചെയ്തതുപോലെ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള വസ്ത്രധാരണയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അവിടെയും ഇവിടെയും എത്താത്ത തുണിക്കണ്ടം കൊണ്ട് വലിച്ചു പിടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണ മാറിക്കഴിഞ്ഞു. അതിലൊരു സംശയവുമില്ല. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളാണ് മുഅ്മിനീങ്ങളെ.
ഇത്തരം ആളുകളിൽ നിങ്ങളുണ്ടോ? ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാട്ടിലും നഗരത്തിലും ഇറങ്ങിയിട്ട് എവിടെ നോക്കിയാലും നമ്മൾ കാണാൻ പാടില്ലാത്ത രംഗങ്ങൾ കാണും. പരസ്പരം റോഡ് സൈഡിലും അങ്ങാടികളിലും ജനമധ്യേ ഇരുന്ന് പരസ്പരം ചുംബിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നില്ലേ? അതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അവസാന കാലഘട്ടത്തിൽ ഈമാനുള്ളവൻ തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. കാരണം റോഡ് സൈഡിലിരുന്ന് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണും പെണ്ണിനെയും കണ്ടാൽ കുറച്ചങ്ങോട്ട് മാറിയിരുന്ന് വ്യഭിചരിച്ചൂടെ എന്ന് ചോദിക്കും ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളുകൾ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഈ അടയാളങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞു. ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടുകയും പെണ്ണ് ആണിൻ്റെ വേഷം കെട്ടുകയും ചെയ്യും. ഇന്നത് നടക്കുന്നില്ലേ? ആണ് ആണിനെ സ്നേഹിക്കുകയും പെണ്ണ് പെണ്ണിനെ സ്നേഹിക്കുകയും ചെയ്യും. ഇന്നതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണത്. ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടുന്നു, പെണ്ണ് ആണിൻ്റെ വേഷം കെട്ടുന്നു. ആണ് ഒരാണിനെ തന്നെ വിവാഹം കഴിക്കുന്നു, പെണ്ണ് മറ്റൊരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ വരാൻ പോകുന്നതാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, ഇന്നതൊക്കെ സത്യം പോലെ, പകൽ വെളിച്ചം പോലെ. എത്ര സത്യമാണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട്, ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എണ്ണിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ. ലോകം അവസാനിക്കാൻ ഇനി ഒരുപാടുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളെക്കുറിച്ചാണ്. ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ചെറിയ അടയാളങ്ങളാണ്. വലിയ അടയാളം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത്? മഹ്ദി ഇമാമിൻ്റെ വരവ്. ഇമാം മഹ്ദിയുടെ വരവ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു വരവാണത്, അല്ലേ? ലോകത്ത് അനീതിയും അക്രമവും നിറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവരങ്ങനെ തേടും. ഇമാം മഹ്ദിയെ വരവേൽക്കാൻ തേടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ. ആ സമയത്താണ് ഇമാം മഹ്ദിയുടെ വരവ്. അതിന് മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെന്തെല്ലാം പീഡനങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട നാമം മുസ്ലിമായതിൻ്റെ പേരിൽ, അല്ലേ, പേര് മുസ്ലിമായതിൻ്റെ പേരിൽ, താടി വെച്ചതിൻ്റെ പേരിൽ, തൊപ്പിയിട്ടതിൻ്റെ പേരിൽ നമ്മൾ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിക്കുന്നു മുഅ്മിനീങ്ങളെ. നമ്മുടെ പൗരത്വം വരെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വല്ലാതെ അക്രമവും അനീതിയും കൊണ്ട് വേവലാതിപ്പെടും, സങ്കടപ്പെടും, വേദനിക്കുമെന്നാണ്. ആ സമയത്താണ് ഇമാം മഹ്ദിയുടെ വരവ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇമാം മഹ്ദിയുടെ വരവിന് ഇനി ഒരുപാട് ദൂരമുണ്ടോ? ചിന്തിക്കുന്നവനക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്. അതുകൊണ്ട് ആലോചിക്കുക, നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് അടുത്ത അടയാളം. ദജ്ജാലിൻ്റെ വരവാണ് ഇനി അടുത്ത അടയാളം വരാൻ പോകുന്നത്. ഇമാം മഹ്ദിയുടെ വരവ് കഴിഞ്ഞാൽ പിന്നെ ദജ്ജാലിൻ്റെ പുറപ്പെടലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്നയുമായിട്ടാണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത്. ദജ്ജാൽ വന്നാൽ ഒരുപാട് ആളുകൾ ദജ്ജാലിൻ്റെ കൂടെ ഉണ്ടാകും. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും ദജ്ജാൽ. ദജ്ജാൽ വാദിക്കുന്നത് ഞാൻ അല്ലാഹു ആണെന്നാണ്. എല്ലാം അല്ലാഹു ആണെന്ന് പറഞ്ഞ് ദജ്ജാൽ കാണിക്കും. മരിച്ചവനെ ജീവിപ്പിക്കും, ജീവിച്ചവനെ മരിപ്പിക്കും, മഴ പെയ്യിപ്പിക്കും, കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദജ്ജാൽ ഇവിടെ കാണിക്കാനുണ്ട്. ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈമാനില്ലാത്തവൻ്റെ ഈമാൻ പിഴച്ച് ദജ്ജാലിൻ്റെ പിന്നിൽ അണിനിരക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദജ്ജാലിൻ്റെ വരവ് അതൊരു വല്ലാത്ത വരവാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മളുടെ മക്കളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദജ്ജാലിൻ്റെ വരവ് കഴിഞ്ഞാലോ അടുത്തത് ഈസാ നബിയുടെ ഇറക്കമാണ്. ദമസ്കസിലെ വെളുത്ത മിനാരത്തിനരികിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. ആ ഈസാ നബി ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും? ദജ്ജാലിനെ വധിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈസാ നബിയുടെ വരവ്. ദജ്ജാൽ വന്ന് മുസ്ലിമീങ്ങൾക്ക് വീണ്ടും സമാധാനവും സ്വസ്ഥതയില്ലാത്ത സമയമാകും. ആദ്യം മുസ്ലിമീങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ അരങ്ങേറുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയുടെ വരവ്. ഇമാം മഹ്ദിയുടെ വരവിന് ശേഷം വലിയ സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ രാജ്യത്ത് ഒരുപാട് സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകും.
നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്തത് ദജ്ജാലിൻ്റെ വരവ്. ദജ്ജാലിൻ്റെ വരവോടുകൂടി വീണ്ടും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുമെന്നാണ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ വരവ്. ഈസാ നബി വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദജ്ജാലിനെ കൊല്ലുമെന്നാണ് ചരിത്രം. അങ്ങനെയാണ് പറയുന്നത്. വരാൻ പോകുന്ന സംഭവങ്ങളാണ്. ഈസാ നബി ദജ്ജാലിനെ വധിക്കും. അതിനുശേഷം യഅ്ജൂജ് മഅ്ജൂജ് വലിയൊരു ജനവിഭാഗം തടവറയിൽ നിന്നും പുറത്തു വരികയാണ് ഭൂമിയിലേക്ക്. എന്നിട്ട് ഭൂമിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അതാണ് യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. 3 സ്ഥലങ്ങളിൽ ഭൂമി ഇടിയുമെന്നാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിൽ ഭൂമി ഇടിയും. 3 സ്ഥലങ്ങളിൽ ഭൂമി ഇടിയെന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം സംഭവിക്കും. ഭൂമി കുലുക്കം സംഭവിക്കും. 3 സ്ഥലങ്ങളിൽ ഭൂമി കുലുക്കം സംഭവിക്കുമെന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ 3 സ്ഥലങ്ങൾ? ഒന്ന് കിഴക്ക്, ഒരു പ്രദേശം കിഴക്കാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഒരു പ്രദേശം, അറേബ്യൻ ഉപദ്വീപിൽ ഒരു പ്രദേശം എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഭൂമി കുലുക്കം സംഭവിക്കാൻ പോകുന്നത്. വലിയ ഭൂകമ്പങ്ങളായിരിക്കും സംഭവിക്കുക. അള്ളാഹു അതിന് തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സംഭവിക്കും. അള്ളാഹു അവിടെ കടിയുറച്ച് നല്ല ഈമാനോടുകൂടി നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനുശേഷം ഒരു പുക, ആകാശം ഒരു പുകകളെ കൊണ്ട് നിറക്കും, മൂടും. അത് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആകാശത്ത് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഒരു പുകയാണ്. ആ പുക കാരണം മനുഷ്യര് ജനങ്ങൾ ശ്വാസം മുട്ടാൻ തുടങ്ങും. ഭൂമിയിൽ നിന്നും ഒരു ജന്തു, ആ ജന്തുവിൻ്റെ പേരാണ് ദാബത്തുൽ അർള്. ദാബത്തുൽ അർള് എന്നാണ് ആ മൃഗത്തിൻ്റെ പേര്. ഈ ദാബത്തുൽ അർള് പുറപ്പെടുക തന്നെ ചെയ്യും. ഈ ജന്തു മനുഷ്യരോട് സംസാരിക്കും. വിശ്വാസികളെയും അവിശ്വാസികളെയും ഈ മൃഗം വേർതിരിക്കുമെന്നാണ് പറയുന്നത്. അല്ലാഹുവേ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളുടെയൊക്കെ യുക്തിയിൽ ചിന്തിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അറ്റം കിട്ടുന്നുണ്ടോ? അല്ലാഹു നമ്മളെയൊക്കെ ഈമാനുള്ളവരാക്കി തരട്ടെ. അടുത്തത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സൂര്യൻ പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഉദിക്കുന്നതോടുകൂടി സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗബയുടെ കവാടം അങ്ങ് അടക്കപ്പെടും. നോക്കൂ നിങ്ങൾ, തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 100 ആളെ കൊന്നവന് പോലും തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നവരാണ്. നമ്മുടെ ഏക പ്രതീക്ഷ എന്താണ്? പടച്ച റബ്ബേ, തൗബ ചെയ്ത് മരണപ്പെട്ടവൻ സ്വർഗത്തിലാണെന്നാണല്ലോ. എന്നാൽ തൗബ ചെയ്ത് മരണപ്പെട്ട ഒരു വ്യക്തി സ്വർഗത്തിലാണെങ്കിൽ നമുക്ക് എന്നും തൗബ ചെയ്യാൻ അവസരം കിട്ടുമോ? ഇല്ല. ജീവിതത്തിൽ നിങ്ങളും ഞാനും എത്ര തൗബ ചെയ്തിട്ടുണ്ട്? തെറ്റുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ട തൗബ നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മളെ പ്രതീക്ഷ എന്താണ്? നമ്മൾ ഇന്ന് മരിക്കില്ല, നാളെ മരിക്കില്ല. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുകൊണ്ടാണല്ലോ നമ്മൾ തൗബ ചെയ്യാൻ മടിക്കുന്നത്. തൗബ ചെയ്യാതെ അങ്ങാനും മരണപ്പെട്ടാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും തൗബ ചെയ്യാം. പക്ഷേ ഇത്തരം അടയാളങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം തൗബ ചെയ്യാൻ നിന്നാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ കവാടം കൊട്ടിയടക്കപ്പെടും. പിന്നെ ആര് തൗബ ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ കവാടം അടച്ചു കഴിഞ്ഞു. ഇനി തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ യമനിൽ നിന്നുള്ള ഒരു തീ, യമനിൽ നിന്നും ഒരു വലിയ അഗ്നി പുറപ്പെടുകയും അത് ജനങ്ങളെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. മനസ്സിലാക്കുക നിങ്ങൾ, യമനിൽ നിന്നും ഒരു തീ പുറപ്പെടുമെന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന കാലത്ത് ഖുർആനിലെ വരികളൊക്കെ മായ്ച്ചു കളയും. കടലാസുകളിൽ നിന്നും അല്ലാഹു ഖുർആനിനെ മായ്ച്ചു കളയുന്നതാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നും ഖുർആൻ അപ്രതീക്ഷിതമാകും. പിന്നെ ഖുർആനെ നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ വിശ്വാസികൾ ദീനിൽ ഉറച്ചു നിൽക്കാനും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്ത് അല്ലാഹു നമുക്ക് വലിയ വിജയം, സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഖിയാമത്ത് നാൾ അടുക്കാനായിട്ടുണ്ടോ? ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഇനി എന്താണ്? വലിയ വലിയ അടയാളങ്ങൾ മാത്രമേ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഈ ഒരു ഭൂമി ഇത് നശിക്കാനുള്ളതാണ്. നമ്മളെന്തായാലും 6 അടി മണ്ണിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ, കുറഞ്ഞ സമയത്തിന് വേണ്ടി നമ്മൾ ആരെയും വേദനിപ്പിക്കണ്ട, നമ്മൾ ആരുടെയും മുതൽ പിടിച്ച് പറിച്ച് മേടിക്കണ്ട, നമ്മൾ ആരെയും സങ്കടപ്പെടുത്തണ്ട. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. നമ്മളൊക്കെ മനുഷ്യരാണ്. മലക്കുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് പോലും ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പരീക്ഷണത്തിൽ അടിപതറേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു വളരെ കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമ കാരുണ്യവാനും കരുണാനിധിയും എന്നാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മൾ ഒരു ചാൺ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു 10 തവണ നമ്മളിലേക്ക് അടുക്കും. 10 ചാൺ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുമെന്നാണ്. അള്ളാഹുക്ക് വളരെ ഇഷ്ടമാണ് നമ്മളെ. പക്ഷെ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാഞ്ഞിട്ടാണ്. അള്ളാഹു നമുക്കെല്ലാം ഈമാൻ തരട്ടെ. ഇത് കേൾക്കുന്ന നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് ഖാലിഖായ റബ്ബ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.